ഇന്ന് പെസഹ വ്യാഴം. ക്രിസ്തുനാഥൻ പീഡാനുഭവത്തിൻ്റെ തലേരാത്രി ശിഷ്യരുമൊത്ത് അന്ത്യത്താഴം കഴിച്ചതിൻ്റെ ഓർമ്മ ദിവസം, കുർബാന സ്ഥാപനത്തിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ്. ഇന്ന് മാത്രം ഉണ്ടാക്കാവുന്ന കുരിശപ്പത്തിൻ്റെയും ഇൻട്രിയപ്പത്തിൻ്റെയും പെസഹ പാലിൻ്റെയും റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിച്ചു തരുന്നത്. ആദ്യം പെസഹ അപ്പത്തിൻ്റെ, അതായത് കുരിശപ്പത്തിൻ്റെയും ഇൻട്രിയപ്പത്തിൻ്റെയും ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ഞാൻ 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പുട്ടിനും അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി യൂസ് ചെയ്യാം. അത് ഓൾറെഡി വറുത്തതാണെങ്കിലും ഞാൻ 2 മിനിറ്റ് ഒന്നും കൂടി ചെറുതീയിൽ വറുത്തെടുത്തിട്ടുണ്ട്. അരിപ്പൊടിയുടെ 4/1 ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അരിപ്പൊടിയുടെ അതേ അളവിൽ തന്നെ തേങ്ങ എടുക്കാം. ഞാൻ 1.5 ഗ്ലാസ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1/2 സ്പൂൺ ജീരകം, 4-5 വെളുത്തുള്ളി, 5-8 ചെറിയുള്ളി, ഉപ്പ്. ഉഴുന്ന് ആദ്യം അധികം വെള്ളമില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം തേങ്ങാടും ഇട്ട് അരയ്ക്കാം. തേങ്ങ അത്ര നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. അരച്ച ഉഴുന്നൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. തേങ്ങാ മിശ്രിതം ചേർക്കാം. അരിപ്പൊടി ചേർക്കാം. അരച്ചതിലുള്ള വെള്ളത്തിൽ ഇത് ഇളക്കിയെടുക്കാം. അത്യാവശ്യമെങ്കിൽ മാത്രം നല്ല ചൂട് വെള്ളം ഒഴിക്കാം. വെള്ളം നോക്കി കുറേശ്ശെ ഒഴിക്കുക. ആദ്യം തവി കൊണ്ട് പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരളവ് നോക്കി അങ്ങ് ചേർക്കേ പാടുള്ളൂ. നമുക്ക് ടേസ്റ്റ് നോക്കാനൊന്നും പറ്റത്തില്ല. ഉപ്പ് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ മധുരമുള്ള പാല് കൂട്ടിയല്ലേ കഴിക്കുന്നത്. മാവ് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറിന് ശേഷം മാവ് പുളിക്കാതെ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പെസഹ പാൽ ഉണ്ടാക്കിയെടുക്കാം. പെസഹ പാലിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. 1-ാം പാല്, 2-ാം പാല്, 4.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നമുക്ക് ഈ പാലിനൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. 5-6 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ചുക്ക്, 1 സ്പൂൺ ജീരകം, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ആദ്യം ഈ ശർക്കര ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി ഒന്ന് അരിച്ചെടുക്കാം. അടുപ്പിൽ വെക്കാനുള്ള പാത്രത്തിലേക്ക് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിപ്പൊടി ചേർക്കാം. കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ആദ്യം പെസഹ പാൽ ഉണ്ടാക്കുമ്പം നമ്മൾ പുത്തൻ കലവും പുത്തൻ തവിയൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഉരുക്കി അരിച്ചു വച്ചിരിക്കുന്ന ശർക്കരപ്പാൻ ചേർക്കാം. ചതച്ച് വച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും ചുക്കും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇത് കൈ എടുക്കാതെ ഇളക്കി കുറുക്കിയെടുക്കണം. അരിപ്പൊടിയും തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇതിലേക്ക് വെഞ്ചരിച്ച കുരുത്തോല ചേർക്കാം. 1-ാം പാൽ ചേർക്കാം. നമുക്ക് പാകത്തിന് കുറുക്കുവാകുമ്പോഴാണ് നമ്മൾ 1-ാം പാൽ ചേർക്കേണ്ടത്. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടാകുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. മാവ് കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എണ്ണ തടവിയ ഒരു സ്റ്റീൽ പാത്രത്തിൽ അതിൻ്റെ പകുതി ഭാഗത്തോളം മാവ് പരത്തിയിട്ടുണ്ട്. വെഞ്ചരിച്ച കുരുത്തോല വെച്ചിട്ടുണ്ട്. വെഞ്ചരിച്ച കുരുത്തോല നമുക്ക് പെസഹ വ്യാഴാഴ്ച മാത്രമേ വെക്കാൻ അനുവാദമുള്ളൂ. കുരിശപ്പം ഒരു ഇഡ്ഡലിത്തട്ടിൽ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അതിൻ്റെ കട്ടി അനുസരിച്ചാണ് അതിൻ്റെ വേവ്. ഇത് ഏകദേശം 20-25 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ബാക്കി മാവ് കൊണ്ട് നമുക്ക് ഇൻട്രിയപ്പം ചുട്ടെടുക്കാം. എത്ര കട്ടി കുറച്ച് പരത്തുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിന്.
പെട്ടെന്ന് വെന്തും കിട്ടും. ഞങ്ങളിത് ആവിയിലാണ് പുഴുങ്ങുന്നത്. ചിലരിത് ദോശക്കല്ലിൽ ചുട്ടെടുക്കാറുണ്ട്. ഓരോ ഏരിയയിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എങ്കിലും എല്ലാവരും ഒരേപോലെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളായതുകൊണ്ട് അപ്പത്തിൻ്റെ മാവ് പുളിച്ചു പോകാൻ പാടില്ല. വളരെ പ്രാർത്ഥനയോടും അതുപോലെ നല്ല വൃത്തിയിലുമാണ് ഇത് ചെയ്യേണ്ടത്. കുരിശപ്പം ഒരു വീട്ടിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇൻട്രപ്പത്തിന് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് ആവിയിൽ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കുരിശപ്പവും പെസഹ പാലും ഇൻട്രിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് നമ്മുടെ പാരമ്പര്യമൊക്കെ പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും പെസഹ ആശംസകൾ.